സാഹചര്യത്തിൽ ശ്രീ രാജീവ് വർഗീസ് പറയുന്നത് പോലെ കൃത്യമായ ജനറൽ ബോഡി കൂടുന്നുണ്ടോ, യോഗങ്ങൾ ചേരുന്നുണ്ടോ, കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ടോ? അല്ല, ഇത്രയും ബൃഹത്തായ ഒരു പ്രോജക്റ്റ് ഏറ്റെടുക്കുക ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ചെയ്തു. യാതൊരു രീതിയിലുള്ള ഒരു സുതാര്യത അതിനകത്ത് പാലിച്ചില്ല എന്നുള്ളതാണ്. അതിനകത്ത് എനിക്ക് തൊട്ടു മുന്നേ അജി പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്കൊരു ഉത്തരം കൊടുക്കേണ്ടതുണ്ട്. കാര്യം ഷാർജ ഇന്ത്യൻ സ്കൂളിന്റെ നിലവാര തകർച്ചയെ കുറിച്ച് മാത്രം പറഞ്ഞത് എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ ഈ ഷിഫ്റ്റ് സിസ്റ്റം വന്നതിന് ശേഷം ഉള്ള ഒരു ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നിലവാര തകർച്ചയെ കുറിച്ച് പറഞ്ഞത്. അല്ലാതെ ഷാർജ ഇന്ത്യൻ സ്കൂൾ ഏറ്റവും നല്ല സ്കൂൾ തന്നെയാണ്, അതിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ കുറിച്ചൊന്നും ഞാൻ യാതൊരു രീതിയിലുള്ള ഒരു പരാമർശവും നടത്തിയിട്ടില്ല. പക്ഷേ മറിച്ച് 60ഓളം പുതുതായിട്ടുള്ള താൽക്കാലിക നിയമനങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ പുതിയ ഷിഫ്റ്റ് സിസ്റ്റം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അവിടെ പഠിപ്പിക്കുന്ന ടീച്ചർമാർ എനിക്ക് തോന്നുന്നു എന്നോട് യോജിക്കാതിരിക്കാൻ ഒരു രക്ഷാകർത്താവിനും കഴിയില്ല. 1ാം ക്ലാസ് മുതൽ 3ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെ എത്രമാത്രം യോഗ്യത ഉണ്ടെന്നുള്ളത് ഇവർ പരിശോധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ശ്രീ അജി പറയുന്ന ചില കണക്കുകളൊക്കെ വിചിത്രമാണ്. കാര്യം അജി ജോയിന്റ് സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആളാണ്, അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയില്ല ഇൻഷുറൻസിൽ എത്ര പേര് ചേർന്നിട്ടില്ല. ഞാൻ പറയാം 390 പേര് ഇന്ത്യൻ അസോസിയേഷൻ മെമ്പർമാരായിട്ടുള്ളവർ ഇൻഷുറൻസിൽ ചേർന്നിട്ടുണ്ട്. 302 എന്നാണ് കണക്ക് പറഞ്ഞത്, തെറ്റാണത്. 302 ഇതുപോലെ കൃത്യമായി കണക്ക് വെച്ചുകൊണ്ട് വേണം, ഫാക്ച്വൽ ആയിട്ട് വേണം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ. അല്ലാതെ വെറുതെ ചില കാര്യങ്ങൾ ഞങ്ങൾ അത് ചെയ്തു, ഞങ്ങൾ ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല വേണ്ടത്. കാര്യം ഇതുപോലെ ഇപ്പൊ ഈ പറഞ്ഞ നേരത്തെ ഇൻഷുറൻസിന്റെ കാര്യം തന്നെ, ഇൻഷുറൻസിന്റെ കാര്യത്തിൽ 550 ദിർഹംസ് ആണ് യഥാർത്ഥത്തിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഇൻഷുറൻസ് നേരിട്ടാണ് കൊടുത്തത്. അതായത് നമ്മൾ കൊടുത്തിരുന്നത് നേരിട്ട് കമ്പനിക്കാണ് കൊടുത്തിരുന്നത്. ഇത് ഏജന്റിനെ ഏൽപ്പിച്ചു, പറയട്ടെ, ഏജന്റിനെ ഏൽപ്പിച്ചു 750 ദിർഹമാണ് കൊടുത്തത്. ആ ഏജന്റിനെ ഏൽപ്പിച്ച 750 ദിർഹമിൽ പുറത്തുള്ള ആളുകൾക്ക് 775 ചാർജ് ചെയ്തത്. 775ൽ 50 ദിർഹം വെച്ചിട്ട് പുറത്തുനിന്നുള്ള ആളുകളുടെ വാങ്ങിച്ചു. അത് അസോസിയേഷന്റെ കണക്കിൽ വെച്ചിട്ടില്ല. ആ 50 ദിർഹം നേരിട്ട് ഏജന്റിനെ ഏൽപ്പിക്കുകയാണ് ഈ കമ്മിറ്റി ചെയ്തിട്ടുള്ളത്. അത് ഏതിന്റെ രീതിയിലാണ്? ഞാൻ ഇരിക്കുന്ന സമയത്ത് 550 രൂപ ആക്കിയ സമയത്ത് 10 രൂപ സർവീസ് ചാർജ് ആയിട്ട് അസോസിയേഷന്റെ അക്കൗണ്ടിലാണ് ഇട്ടിട്ടുള്ളത്. ഈ 50 ദിർഹം വെച്ചിട്ട് ഏകദേശം 400-500ഓളം ആളുകളുടെ കളക്ട് ചെയ്ത പൈസ എവിടെയാണെന്നുള്ളതിനെ കുറിച്ച് ഒരു ഉത്തരവുമില്ല. ഈ ഇൻഷുറൻസ് കമ്പനി ഏറ്റവും കൂടുതൽ തുകയ്ക്കാണ് ഇത്തവണ ചേർന്നത്. ഞാൻ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ 2 കുട്ടികൾക്കും അടക്കം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. 725 രൂപ ഞാൻ കൊടുത്തു. അതിന് ഉത്തരവ് ഇവർ ഇതുവരെ തന്നിട്ടില്ല. ഞാൻ പിന്നെ അസോസിയേഷനെ പറ്റി നമ്മുടെ അസോസിയേഷൻ ആയതുകൊണ്ട് യാതൊരു രീതിയിലും നമ്മൾ ഇതിനെ കുറിച്ച് ഒരു ഉടക്കോ കാര്യങ്ങളോ ഒന്നും. ഞാനൊരു പ്രേക്ഷകനും കൂടെ ചേരുന്നു.